കാക്കനാട് കെന്നഡി മുക്കിന് സമീപം തീപിടുത്തം. ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. തൃക്കാക്കര ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അല്പം വലിയ തീപിടുത്തമാണ് എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്? നിലവിൽ തീ നിയന്ത്രണ വിധേയമായോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. കെന്നഡി മുക്കിന് സമീപത്തുള്ള ആക്രിക്കടയ്ക്കാണ് അല്പം മുമ്പ് തീ പടർന്നത്. ഇപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് കയറി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആക്രി സ്ഥാനങ്ങളായതിനാൽ തന്നെ ഈ പെട്ടെന്ന് മറ്റ് സ്ഥലത്തേക്ക് ഈ കൂട്ടിക്കിടക്കുന്ന ഈ സാമഗ്രികളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുറന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഈ 4 ഭാഗവും മറച്ചു കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ആക്രി സാധനങ്ങൾ സംഭരിച്ചിരുന്നത്. അതുകൊണ്ട് സമീപത്ത് തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങൾ ഇല്ലാത്തതിനാൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് തീ പടരുമെന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്നത് കണ്ടാണ് പിന്നീട് നാട്ടുകാരടക്കമുള്ളവർ പെട്ടെന്ന് ഈ ഫയർഫോഴ്സിനെ അടക്കം വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ഒരു തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പൂർണ്ണമായ രീതിയിൽ തീ അണക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പൂർണ്ണമായ രീതിയിൽ നിയന്ത്രണ വിധേയമായി നമുക്ക് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ആക്രി സാധനങ്ങളായതിനാൽ തന്നെ പലതരം സാധനങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പല പ്രദേശങ്ങളിലേക്കും കാർഡ്ബോർഡ് പേപ്പറുകളും പെട്ടികളും അടക്കമുള്ളുണ്ട്. അതിലേക്ക് അടക്കം വേഗത്തിൽ തീ പടർന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അടക്കം വേണ്ടിവരും ഈ ഒരു തീ അണയ്ക്കാൻ. മറ്റ് തൊഴിലാളികളെല്ലാവരും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് തൊഴിലാളികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു ഒഴിഞ്ഞ പറമ്പിൽ 4 ഭാഗത്തും മറച്ചു കെട്ടിയ നിലയിലുള്ള സ്ഥലത്താണ് ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് മറ്റ് സമീപത്ത് ഉയർന്ന കെട്ടിടങ്ങളോ മറ്റോ ഇല്ലാത്തതും മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് പോകാതെ അവിടെ തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് പടർന്നു പോകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കാരണം ഈ തീ ഇങ്ങനെ ആളിക്കത്തി തന്നെ നിൽക്കുന്നതിനാൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കര ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രിക്കടയ്ക്കാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് കാക്കനാട്. ഈ ആസിഫ്, ഈ ആക്രിക്കട എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ആക്രി സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നോ? ഈ ആക്രി ശേഖരിച്ചു കൊണ്ടുവരുന്ന ആളുകളും അതിന്റെ അവിടെ സുരക്ഷയ്ക്ക് നിൽക്കുന്ന ആളുകളും അടക്കം അവിടെ ഉണ്ടായിരുന്നു. 4 തൊഴിലാളികൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തന്നെ ഒരു സൈഡിലായിട്ടാണ് തീ ഉയർന്നത്. ആ സമയത്ത് തന്നെ ഇവർ പുറത്തേക്ക് ഓടി മാറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ചാക്കുകെട്ടുകളിലടക്കം ഇങ്ങനെ കൊണ്ട് ആക്രി സാധനങ്ങൾ ഇട്ടിരിക്കുകയാണ്. പൂർണ്ണമായും തരം തിരിച്ച ആക്രി സാധനങ്ങളല്ല അവിടെ ഉള്ളത് എന്നുള്ളതുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരുമ്പ് സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ പേപ്പർ സാമഗ്രികളും മറ്റും ഈ പ്ലാസ്റ്റിക്കിന്റെ ആക്രി സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം അതിന്റെ പകുതിയിലധികം ഭാഗത്തേക്ക് ഈ തീ പടർന്ന് ഇപ്പോൾ തന്നെ ഒരു കത്തി അമർന്ന സ്ഥിതിയിലാണ്. ഈ കൂടുതൽ സ്ഥലത്തേക്ക് ബാക്കി അവശേഷിക്കുന്ന സ്ഥലത്തേക്കടക്കം അത് പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് ആയതിനാലും സമീപത്ത് മറ്റ് കെട്ടിടങ്ങൾ ഇല്ലാത്തതിനാലും ഈ കുറച്ചപ്പുറത്താണ് ഒരു കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിന്റെ ഭാഗത്തേക്കടക്കം തീ പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൂടുതൽ സ്ഥലത്തേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 11 മണി സമയത്ത് അടുത്താണ് ഇത്തരത്തിൽ ഈ പുകയുയരുന്നതും മറ്റും ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും നാട്ടുകാരും ചേർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും കറുത്ത പുക വലിയ രീതിയിൽ ഇപ്പോഴും ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ്, ഈ ആക്രിക്കട ആയതുകൊണ്ട് തന്നെ ഈ തീ വേഗത്തിൽ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണിപ്പോൾ ഈ ഫയർഫോഴ്സ് പ്രവർത്തകരെത്തി അതണയ്ക്കാനുള്ള ഒരു
കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത അതില്ലാതാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ, എത്തരത്തിലാണ് ഈ ഫയർഫോഴ്സിന്റെ ഒരു പ്രവർത്തനം, എത്തരത്തിലാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഈ അടുത്തൊന്നും വലിയ കെട്ടിടങ്ങൾ ഇല്ലാത്തത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണല്ലേ? അതായത് നാല് വശവും ഈ തകര ഷീറ്റുകൾ, ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു പ്രദേശത്താണ് ഈ ഒരു ആക്രി സംഭരണം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റ് അധിക സ്ഥലങ്ങളിലേക്ക് സമീപത്തുള്ള കെട്ടിടങ്ങളോ മറ്റോ ഇല്ലാത്തത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം മുമ്പ് എറണാകുളത്തുണ്ടായ തീപിടുത്തം എന്ന് പറഞ്ഞാൽ പോലും അത് സമീപത്ത് മറ്റ് കെട്ടിടങ്ങളും മറ്റും ഉണ്ടായിരുന്ന വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം ഒരു ആശങ്കയിലേക്ക് പോകുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങളില്ല എന്നാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനും കഴിയും. കാരണം ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു അതിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ കൂടുതൽ കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ ഇപ്പോൾ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ തീ ഒരു പരിധിക്കപ്പുറത്തേക്ക് പടരുന്നത് തടയാൻ ആവശ്യമായുള്ള ഒരു സജ്ജീകരണങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഫയർഫോഴ്സ് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി അവിടെ കൂടിക്കിടക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ആ തീ അങ്ങനെ നിലനിൽക്കുകയും മറ്റ് ഭാഗങ്ങളിൽ പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ള സാമഗ്രികൾ അത് കൈകൾ കൊണ്ട് പറക്കി വെളിയിലേക്ക് മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമായിട്ടില്ല. കാരണം ആളിക്കത്തുന്നത് നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. കാരണം ഈ പല സാമഗ്രികളും പെട്ടെന്ന് വെള്ളം ചീറ്റിയാൽ പോലും അണയുന്ന സാമഗ്രികളല്ല. കാരണം ഫയർഫോഴ്സ് കൂടുതൽ ഫയർ എഞ്ചിൻ അടക്കം അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വലിയ രീതിയിലുള്ള ആളിക്കത്തൽ മറ്റ് പല ഭാഗങ്ങളിലായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാക്കനാട് കെന്നഡി മുക്കിന് സമീപമാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആക്രിക്കടയ്ക്കാണ് തീ പിടിച്ചത്. അകത്തുണ്ടായിരുന്ന ആളുകൾ, ആ സമയത്ത് ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ ഇറങ്ങി ഓടി കൃത്യസമയത്ത് രക്ഷപ്പെട്ടതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ വേറെ കെട്ടിടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വീടുകളോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നുള്ളത് തന്നെ വേണം കരുതാൻ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ കറുത്ത പുക ഉയരുന്നുണ്ട്. ഈ ആക്രി സാധനമായതുകൊണ്ട് തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആസിഫ്, ഇത് എപ്പോഴേക്ക് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവരുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടോ? ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കടക്കം പടരാനുള്ള ഒരു സാധ്യത ആ ഒരു പ്രദേശത്താണെങ്കിൽ പോലും ആ ആക്രി സാധനങ്ങളിലേക്ക് കൂടുതൽ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഫയർഫോഴ്സ് ഒരു മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആ സാമഗ്രികൾ മാറ്റിയിടാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് നാട്ടുകാരുടെയും ഒരു സഹായം ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ സാമഗ്രികൾ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ഈ ആളിക്കത്തുന്ന സ്ഥലത്തുള്ള തീ അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുക. ഇനി അത് കൂടുതൽ കത്തുന്ന സ്ഥലത്തേക്ക് അണയ്ക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പ്രധാനമായും മുൻഗണന നൽകുകയും ചെയ്യുന്നത്. അതിനനുസരിച്ച് ഉള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആക്രിക്കടയ്ക്ക് സമീപത്ത് മറ്റ് ഉയർന്ന കെട്ടിടങ്ങളടക്കം ഇല്ലാത്തതിനാൽ അത് വലിയ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ആ കടയ്ക്കുള്ളിൽ തന്നെ, ആക്രിക്കടയ്ക്കുള്ളിൽ തന്നെ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ഒരു നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർ എഞ്ചിനുകൾ അടക്കം ഇങ്ങോട്ട് എത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ആസിഫ്, ഈ ആക്രി സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത എപ്പോഴും ഉണ്ട് താനും. കാരണം പലതരത്തിലുള്ള സാധനങ്ങളാണല്ലോ ഇവരവിടെ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു തീപിടുത്ത സാധ്യതയൊക്കെ മുന്നിൽ കണ്ട് അങ്ങനെയൊക്കെ വരാതിരിക്കാനുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായും അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനിപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നുള്ള അടക്കമുള്ള നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ലഭിച്ചു വരുന്നേ ഉള്ളൂ. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഈ 4 ഭാഗവും വലിയ രീതിയിൽ മറച്ചു കെട്ടിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെറിയൊരു തീപ്പൊരി വീണാൽ പോലും അങ്ങനെ കത്തിക്കയറാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉള്ളതിനാൽ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന്
തീ പടർന്നാക്കാനുള്ള സാധ്യതയും നിലവിൽ നിൽക്കുകയാണ്. ഒരു ഒഴിഞ്ഞ പറമ്പായതിനാൽ തന്നെ അതിന്റെ 4 ഭാഗങ്ങൾ ഇങ്ങനെ തകരഷീറ്റുകൾ കൊണ്ട് കെട്ടിയിട്ടതിന്റെ അപ്പുറത്തേക്ക് മറ്റ് സുരക്ഷാ നടപടികളോ ഈ തീ അണയ്ക്കാൻ എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് പെട്ടെന്ന് അവർക്ക് തന്നെ അണയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ഏതായാലും മനസ്സിലാക്കുന്നത്. 4 തൊഴിലാളികളാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നും വിവരം ലഭിക്കുന്നു. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കൂടുതൽ സ്ഥലത്തേക്ക് തീ പടരുന്നത് അത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ഇതിനുള്ളിൽ തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 5 യൂണിറ്റ് ആണ് ഫയർഫോഴ്സ് മൊത്തം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിലുള്ള ആളുകൾ, അതായത് തൊട്ടടുത്തല്ലെങ്കിൽ പോലും മറ്റ് സമീപത്തുള്ള വീടുകളിലെ ആളുകളെയും അവിടെ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിന് ശക്തമായ പുകയടക്കമുള്ള കാര്യമുണ്ട്. നല്ല വെയിലുള്ള സമയമായതിനാൽ തന്നെ തീ പടരാനുള്ള ഒരു സാഹചര്യം, അത് കൂടുതൽ സമയം നിലനിൽക്കാനുള്ള ഒരു സാധ്യത കൂടി ഉള്ളതിനാലാണ് അതിന് ഈ ഇതിന് സമീപത്തുള്ള വീടുകളിലെ ആളുകളോട് കൂടി മാറി നിൽക്കാൻ ഒരു നിർദ്ദേശം നൽകുന്നത്. കാരണം വലിയ രീതിയിൽ കറുത്ത പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ആ തീയിനെ കത്തി പടരുന്നത് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ അതിനൊരു കുറവ് വരുന്നില്ല. പക്ഷേ മറ്റു സ്ഥലത്ത് കൂടിക്കിടക്കുന്ന സാമഗ്രികൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സിന് മുമ്പിലുള്ള ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. കാരണം ആ ഒരു സാമഗ്രികളിലേക്ക് കൂടി തീ പടർന്നാൽ അത് കൂടുതൽ ദുഷ്കരമാകും അത് അണയ്ക്കാൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആ രീതിയിലൊരു ശ്രമം തുടരുന്നത്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് മൊത്തത്തിൽ ഇപ്പോൾ അവിടെ എത്തി ഈ ഒരു തീ അണയ്ക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിലെ ആളുകളോട് ഒരു മുൻകരുതലിന്റെ ഭാഗമായി അവിടെ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പുകയടക്കം വീടുകളിലേക്ക് അടക്കം എത്താനുള്ള ഒരു സാധ്യത, കാരണം ഈ എന്തൊക്കെ സാമഗ്രികളാണ് കത്തുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം വിഷപ്പുക അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ ഇത് കത്തുന്നതിനാൽ. അതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ആളുകളോട് താൽക്കാലികമായി വീടുകളിൽ നിന്ന് മാറാൻ പറയുകയും അവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്, ഈ ആക്രി സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് ഇത് കത്തിപ്പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എത്രയും പെട്ടെന്ന് ആ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അവിടെ നടത്തുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തന്നെ സംയുക്തമായി പ്രവർത്തിക്കുകയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ. നിലവിൽ 5 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാക്കനാട് കെന്നഡി മുക്കിലാണ് ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. ആക്രിക്കടയ്ക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അതിനകത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അടക്കം ആ സമയത്ത് കൃത്യസമയത്ത് ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടമുണ്ടായില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കി കൂടുതലിടങ്ങളിലേക്ക് അത് വ്യാപിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ശ്രമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്.